പ്രൈസ് ദ ലോർഡ്. സ്നേഹമുള്ളവരെ, ഗലാത്തി 6:15 വിശുദ്ധ പൗലോസ്ലീഹ നമ്മോട് ആവശ്യപ്പെടുന്നത് ഒരു പുതിയ സൃഷ്ടി ആകുവാനാണ്. പൂർവ്വകാലങ്ങളിൽ പ്രവാചകന്മാർ വഴി വിവിധ ഘട്ടങ്ങളിലും വിവിധ രീതികളിലും നമ്മുടെ പിതാക്കന്മാരോട് ദൈവം സംസാരിച്ചിട്ടുണ്ട്. എന്നാൽ അവസാന നാളുകളിൽ യേശുനാഥൻ തന്നെ നമ്മോട് സംസാരിക്കുകയാണ്. നാം ഓരോരുത്തരും വീണ്ടും ജനിക്കണമെന്നും പുതിയ സൃഷ്ടിയായി മാറണമെന്നും യേശുനാഥൻ ആഗ്രഹിക്കുന്നു. എങ്ങനെയാണ് നമുക്കൊരു പുതിയ സൃഷ്ടിയാകാൻ കഴിയുന്നത്? ദൈവം തൻ്റെ ഛായയിലും സാദൃശ്യത്തിലും സൃഷ്ടിച്ച നമുക്ക് എന്താണ് സംഭവിച്ചത്? ആരാണ് നമ്മെ അശുദ്ധിയിലേക്ക് നയിച്ചത്? ഇവയെല്ലാം നാം ഒന്ന് ചിന്തിക്കുന്നത് നല്ലതാണ്. ഉൽപ്പത്തി 6:5 തിരുവചനം പറയുന്നു, ഭൂമിയിൽ മനുഷ്യൻ്റെ ഹൃദയത്തിലെ ദുഷ്ടത വർദ്ധിച്ചിരിക്കുന്നുവെന്നും അവൻ്റെ ഹൃദയത്തിലെ ചിന്തയും ഭാവനയും എപ്പോഴും ദുഷിച്ചത് മാത്രമാണെന്നും കർത്താവ് കണ്ടു. ജെറമിയ 4:14 ജെറമിയ പ്രവാചകനിലൂടെ കർത്താവ് അരുളി ചെയ്യുകയാണ്, നിന്റെ ഹൃദയത്തിൽ നിന്ന് ദുഷ്ടത കഴുകിക്കളയുക, അപ്പോൾ നീ രക്ഷപ്പെടും. ജെറമിയ 17:9 മനുഷ്യൻ്റെ ഹൃദയം മറ്റെന്തിനേക്കാളും കാപട്യമുള്ളതും ദുഷിച്ചതുമാണെന്ന് കർത്താവ് പറയുന്നുണ്ട്. ജോയേൽ 2:13 ജോയേൽ പ്രവാചകനിലൂടെ കർത്താവ് അരുളി ചെയ്യുകയാണ്, നിങ്ങളുടെ ഹൃദയമാണ് വസ്ത്രമല്ല കീറേണ്ടത്. നാം തൂവെള്ള വസ്ത്രങ്ങൾ അണിഞ്ഞും ആചാര അനുഷ്ഠാനങ്ങൾ പാലിച്ചും നമ്മുടെ ഹൃദയത്തിലോ ചിന്തകളിലോ പ്രവർത്തന രീതിയിലോ മാറ്റം വരുത്താതെ സ്വാർത്ഥതയിലും അഹങ്കാരത്തിലും സഹോദരങ്ങളെ സ്നേഹിക്കാതെയും ഹൃദയത്തെ കഠിനമായി കൊണ്ട് നാം ജീവിക്കുന്നത് കാണുന്ന ദൈവം നമ്മോട് ആവശ്യപ്പെടുന്നത് നിങ്ങളുടെ വസ്ത്രമല്ല ഹൃദയമാണ് കീറേണ്ടത്. യേശു പറയുന്നുണ്ട്, നിങ്ങൾ അതരം കൊണ്ട് എന്നെ സ്തുതിക്കുന്നു, എന്നാൽ നിങ്ങളുടെ ഹൃദയം എന്നിൽ നിന്ന് വളരെ അകലെയാണ്. യേശു നമ്മോട് ചോദിക്കുകയാണ്, നിങ്ങൾ എന്നെ കർത്താവേ കർത്താവേ എന്ന് വിളിച്ച് അപേക്ഷിക്കുന്നു, എന്നാൽ ഞാൻ പറയുന്ന കാര്യങ്ങൾ നിങ്ങൾ അനുസരിക്കാത്തത് എന്തുകൊണ്ടാണ്? നമ്മുടെ ഹൃദയത്തിലെ അശുദ്ധി മാറുമ്പോഴാണ് നാം ഒരു പുതിയ സൃഷ്ടിയായി മാറുന്നത്. ഈ ലോകം മുഴുവൻ സാത്താൻ്റെ പിടിയിലാണ്. അവനാണ് നമ്മുടെ ആത്മാക്കളെ നശിപ്പിക്കുന്നതിനു വേണ്ടി വെറുപ്പിൻ്റെയും വിദ്വേഷത്തിൻ്റെയും അഹങ്കാരത്തിൻ്റെയും സ്വാർത്ഥതയുടെയും ക്ഷമിക്കാൻ പറ്റാത്ത അവസ്ഥയുടെയും ആകുലതയുടെയും എല്ലാം വിത്തുകൾ നമ്മുടെ ഹൃദയത്തിൽ പാകുന്നത് സാത്താനാണ്. നാം അവൻ്റെ കെണിയിൽ പെട്ടുപോകുകയാണ് ചെയ്യുന്നത്. 1 പത്രോസ് 5:8 തിരുവചനം പറയുന്നുണ്ട്, നിങ്ങളുടെ ശത്രുവായ പിശാച് അലറുന്ന സിംഹത്തെപ്പോലെ ആരെ വിഴുങ്ങണം എന്ന് അന്വേഷിച്ചുകൊണ്ട് ചുറ്റി നടക്കുന്നു. ഗലാത്തി 1:4 തിന്മ നിറഞ്ഞ ഈ യുഗത്തിൽ നിന്നും നമ്മെ മോചിപ്പിക്കുന്നതിന് ദൈവത്തിൻ്റെ അഭീഷ്ടമനുസരിച്ച് നമ്മുടെ പാപങ്ങൾക്ക് പരിഹാരമായി യേശു തന്നെ ബലിയർപ്പിച്ചു. റോമ 8:32 സ്വപുത്രനെ പോലും ഒഴിവാക്കാതെ നമുക്കെല്ലാവർക്കും വേണ്ടി അവനെ ഏൽപ്പിച്ചു തന്നവൻ അവനോടുകൂടെ സമസ്തവും നമുക്ക് ദാനമായി നൽകാതിരിക്കുമോ? വിശുദ്ധ യോഹന്നാൻ്റെ സുവിശേഷം 3:16 അവനിൽ വിശ്വസിക്കുന്ന ഏവനും നശിച്ചു പോകാതെ നിത്യജീവൻ പ്രാപിക്കുന്നതിനു വേണ്ടി തൻ്റെ ഏകജാതനെ നൽകാൻ തക്കവിധം ദൈവം ലോകത്തെ അത്രമാത്രം സ്നേഹിച്ചു. നാം ഒരു പുതിയ സൃഷ്ടിയായി മാറുവാനാണ് ദൈവം തൻ്റെ പുത്രനെ നമുക്കായി നൽകിയത്. യേശുനാഥൻ നമ്മുടെ പാപഭാരങ്ങളെല്ലാം ഏറ്റെടുത്ത് പീഡാസഹനത്തിലൂടെ കുരിശുമരണം വരിച്ചുകൊണ്ട് നമ്മെ പാപങ്ങളിൽ നിന്ന് മോചിപ്പിച്ചു. നമ്മുടെ തെറ്റുകൾ തിരുത്തി നീതിയിൽ ജീവിക്കുവാൻ വേണ്ടി യേശുനാഥൻ ദൈവത്തിൻ്റെ വചനങ്ങളും നമുക്ക് നൽകി. പരിശുദ്ധാത്മാവിൻ്റെ സഹായത്താൽ നമ്മുടെ തെറ്റുകൾ തിരുത്തി തിന്മകളെ ഉപേക്ഷിച്ച് പാപത്തെയും പാപസാഹചര്യങ്ങളെയും അകറ്റി നിർത്തി നമ്മെ വേദനിപ്പിച്ചവരോട് ക്ഷമിച്ചുകൊണ്ട് അവർക്ക് നന്മകൾ ചെയ്തുകൊണ്ട് നമുക്ക് പുതിയ സൃഷ്ടികളായി മാറുവാൻ സാധിക്കും. നമുക്ക് വേണ്ടി മരിച്ച ദൈവത്തിന് വേണ്ടി ജീവിക്കുന്നവരായി മാറാം. എല്ലാവർക്കും ഒരു നല്ല ദിനം ആശംസിക്കുന്നു. ദൈവം നമ്മെ ഓരോരുത്തരെയും സമൃദ്ധമായി അനുഗ്രഹിക്കട്ടെ.